ഡോക്ടർ, നമ്മൾ വന്ധ്യതയുടെ ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചും അതുപോലെ IVF ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഇത്തരം ചികിത്സാ മാർഗ്ഗങ്ങളുടെ ഈ പ്രശ്നത്തിൽ എത്രത്തോളം നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും? അതുപോലെ ഈ വന്ധ്യത നമുക്ക് പൂർണ്ണമായിട്ടും അകറ്റാൻ സാധിക്കുമോ? ഈ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 100% സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. WHO കണക്ക് പ്രകാരം 30 to 40%, അതായത് 100 പേർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 30 തൊട്ട് 40% ആളുകൾക്കാണ് അതിന് സക്സസ് റേറ്റ് കിട്ടുക. അത് ഓരോ പേഷ്യൻറ്റിൻ്റെ ഫാക്ടേഴ്സ് അനുസരിച്ച് മാറി വരും. പേഷ്യൻ്റെ ഏജ് നല്ല 35 വയസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൗണ്ട് വലിയ കുഴപ്പമില്ലാത്തവരാണ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ്, എക്വാളിറ്റി നല്ലതാണ് എന്നിങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ നല്ല സക്സസ് റേറ്റ് ചിലരിൽ 50 to 60% വരെ കിട്ടാറുണ്ട്. എന്നാൽ ഏജ് കൂടി വരുന്ന സ്ത്രീകളിലായാലും ബീജത്തിൻ്റെ അളവ് വളരെ കുറവായിട്ടുള്ള പുരുഷന്മാരിലോ അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റിയിലോ എക്വാളിറ്റിയിലോ ഒക്കെ കോംപ്രമൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല IVF എന്ന് പറയുന്നത്. പിന്നെ വന്ധ്യത എന്ന് പറയുന്നത് നമുക്ക് 100% അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു ഇതൊന്നുമല്ല. അതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് വന്ധ്യത ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ PCOD ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നോർമലായിട്ടുള്ള വെയിറ്റിൻ്റെ ഒരു 5 to 10% നമ്മൾ കുറച്ചാൽ പോലും PCOD ഉള്ളവരിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള പുരുഷന്മാരാണ് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹോർമോണൽ വ്യതിയാനം കാരണം വന്ധ്യത ഉണ്ടാകുന്നത് ചിലപ്പോൾ അവർ വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും വേറെ മുഴകളോ അങ്ങനെ എന്തെങ്കിലും അത് കാരണമാണ്, ഫൈബ്രോയിഡൊക്കെ പോലെയുള്ള മുഴകൾ കാരണമാണ് വന്ധ്യത ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ആ മുഴകൾ നമ്മൾ കീഹോളിലൂടെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവരുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അവർക്ക് ഹോർമോൺ ടാബ്ലറ്റ്സിലൂടെയും ഇഞ്ചക്ഷൻസിലൂടെയൊക്കെ ബീജത്തിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ചിലർക്ക് ബീജം പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സർജിക്കലി സ്പേം റിട്രീവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ചിലരുടെ വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം നേരത്തെ നിന്ന് പോയവരുണ്ട്, ടെസ്റ്റിക്കുലർ ഫെയിലിയറിലോട്ട് പോയവരുണ്ട്. അത്തരക്കാരിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ സക്സസ് ആയി എന്ന് വരത്തില്ല. അപ്പം ഓരോരുത്തർക്കും സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ വന്ധ്യതയുടെ കാരണം എന്താണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്.